നമ്മളിപ്പോ മെഷർമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലെങ്ത് പറയുന്നു, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. കുറച്ച് സ്പീഡിൽ പോവാണേ. ഓക്കെ, ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് പ്രോബ്ലം മാത്രം പറഞ്ഞിട്ട് ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. പിന്നെ ഒരു കാര്യം, വേർഡ് പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസിൽ വേർഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞു തരും, നിങ്ങൾ അതിനനുസരിച്ച് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ വേർഡ് പ്രോബ്ലംസ് പറഞ്ഞിട്ട് വെറുതെ ഇപ്പൊ സമയം കളയുന്നില്ല, ജസ്റ്റ് അതിന്റെ എന്താ ഓപ്പറേഷൻസ് എന്ന് മാത്രം പറഞ്ഞുതരാം. നമുക്കിവിടെ പഠിക്കാനുള്ളത് അഡീഷനും സബ്ട്രാക്ഷനും, ലെങ്ത്തിന്റെ അഡീഷനും സബ്ട്രാക്ഷനും. നമുക്ക് മീറ്റർ മെഷർമെന്റിലും കിലോമീറ്റർ മെഷർമെന്റിലും യൂണിറ്റിലും മെഷർമെന്റ് ഉണ്ട് അല്ലെ. രണ്ട് രീതിയിലുള്ള മെഷർമെന്റ് ഉണ്ട്, മീറ്ററിലും കിലോമീറ്ററിലും. മീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ എക്സസൈസ് 3.3 കണ്ടോ, പേജ് നമ്പർ 89, പേജ് നമ്പർ. ഇവിടെ ലീവ് ആക്കിക്കോട്ടെ. ഓക്കെ ഓക്കെ, യൂട്യൂബ് ക്ലാസ് കണ്ടാ മതി. പേജ് നമ്പർ 89, എക്സസൈസ് 3.3. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ 12 മീറ്റർ. ശ്രദ്ധിച്ചിരിക്കണേ, 12 മീറ്റർ 95 സെന്റിമീറ്റർ, 95 സെന്റിമീറ്റർ. ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണേ, ഇടിയും മിന്നലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കേൾക്കാൻ നിൽക്കണ്ട, ലീവ് ചെയ്തോ, യൂട്യൂബിൽ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. 12 meter 95 centimeter plus 14 meter 5 centimeter 0.5 centimeter. ഇതെങ്ങനെ നമ്മൾ ആഡ് ചെയ്യാം? സാധാരണ ആഡ് ചെയ്യുന്നത് പോലെ ആദ്യം സെന്റിമീറ്റർ ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നല്ലേ ആഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അതുപോലെ റൈറ്റ് സൈഡിൽ സെന്റിമീറ്റർ ആദ്യം ആഡ് ചെയ്യാം. 5 plus 5 10, 10 0 എഴുതി, റിമൈനിങ് 1. ആ 1 തൊട്ടടുത്ത പ്ലേസിലേക്ക് ആഡ് ചെയ്തു, ക്യാരി ഓവർ ചെയ്തു. 1 plus 9 10. സെന്റിമീറ്ററിൽ 2 0 വന്നു, റിമൈനിങ് 1. ആ 1 മീറ്ററിലേക്ക് നമ്മൾ ക്യാരി ഓവർ ചെയ്തു. 1 plus 2 plus 4 7. 1 plus 2 3, 3 plus 4 7. നെക്സ്റ്റ് പ്ലേസ് 1 plus 1 2. ഇത്രയേ ഉള്ളൂ ആഡ് ചെയ്യാൻ. 27 മീറ്റർ 0 സെന്റിമീറ്റർ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മീറ്റർ സെന്റിമീറ്റർ യൂണിറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ സെന്റിമീറ്ററിന്റെ പ്ലേസിൽ സെന്റിമീറ്റർ എപ്പോഴും 2 ഡിജിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം എന്താ, 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആയി അല്ലെ. ഇവിടെ 95 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 സെന്റിമീറ്റർ 100 സെന്റിമീറ്റർ എന്ന് കിട്ടി. 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് 1 മീറ്റർ ആണ്. ആ 1 മീറ്റർ നമ്മൾ മീറ്റർ മെഷർമെന്റിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ മീറ്ററും സെന്റിമീറ്ററും ആണെങ്കിൽ സെന്റിമീറ്റർ 2 ഡിജിറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കിലോമീറ്റർ മീറ്റർ. 2 kilometer 465 meter. 4 kilometer plus 4 kilometer 336 meter. എന്ത് ചെയ്യണം? ആദ്യം മീറ്റർ ആഡ് ചെയ്യാം. മീറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 5 plus 6 11. Remaining 1 carry over to next place. 1 plus 6 7. 7 plus 3 10. 10 in 0 എഴുതി. Remaining 1 next place ലേക്ക് carry over ചെയ്തു. 1 plus 4 5. 5 plus 3 8. കിലോമീറ്ററും മീറ്ററും ആണെങ്കിൽ മീറ്റർ മെഷർമെന്റിൽ 3 പ്ലേസ് വരും.
മീറ്റർ മെഷർമെന്റിൽ 3 പ്ലേസ് വരും. നെക്സ്റ്റ് കിലോമീറ്റേഴ്സ് ആഡ് ചെയ്യുക. 2 + 4 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ 801 മീറ്റർ. ഓക്കെ, ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ സാധാരണ ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്ത് പോവാം. മീറ്റർ കഴിഞ്ഞിട്ട് മീറ്ററിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോ പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 89. ആഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ റിമൈനിങ് ഒക്കെ തൊട്ടടുത്ത പ്ലേസിലേക്ക് ക്യാരി ഓവർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സബ്ട്രാക്ഷൻ. പേജ് നമ്പർ 90. പേജ് നമ്പർ 90 ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന പ്രോബ്ലം സബ്ട്രാക്ട്. ഫസ്റ്റ് വൺ 54 meter 35 centimeter. 54 meter 35 centimeter minus 28 meter 15 centimeter. ഇവിടെയും സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യാം. അഥവാ സബ്ട്രാക്ട് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള പ്ലേസിൽ നിന്ന് ബോറോ ചെയ്യും അല്ലെ, അതുപോലെ ബോറോ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെയും സബ്ട്രാക്ട് ചെയ്യാം. 5ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ 0, 3ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 2, 4ൽ നിന്ന് 8 മൈനസ് ചെയ്യാൻ പറ്റില്ല, 1 ബോറോ ചെയ്യുന്നു 14, 14ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 6, ഇവിടെ 4 മാത്രമാണ് ബാക്കി ഉണ്ടാവുക, 4ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 2. സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ തന്നെ, പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മീറ്റർ മെഷർമെന്റും സെന്റിമീറ്റർ മെഷർമെന്റും കുറച്ച് വിട്ട് എഴുതണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ 2620 എന്നുള്ളത് അടുപ്പിച്ച് എഴുതിയാൽ 2620 എന്നാ വായിക്കാം. അതെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. കുറച്ച് വിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 26 മീറ്റർ 20 സെന്റിമീറ്റർ എന്ന് തന്നെ മനസ്സിലാവും. Then next കിലോമീറ്ററും മീറ്ററും ആണെങ്കിൽ 88 കിലോമീറ്റർ, കിലോമീറ്ററും മീറ്ററും 88 കിലോമീറ്റർ 139 meter minus 42 kilometer 129 meter. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ റൈറ്റ് സൈഡിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് തുടങ്ങുക. 9 minus 9 0, 3 minus 2 1, 1 minus 1 0. അത് മീറ്റർ മെഷർമെന്റ് അവിടെ കഴിഞ്ഞു. അടുത്തത് കിലോമീറ്റർ മെഷർമെന്റ് സബ്ട്രാക്ട് ചെയ്യാം. 8 minus 2 6, 8 minus 4 2. 26 kilometer 10 meter. 26 kilometer 10 meter. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ലെങ്ത്തിന്റെ അഡീഷനും സബ്ട്രാക്ഷനും വരുന്നത്. ഈ ചെയ്ത 4 പ്രോബ്ലംസും നിങ്ങൾക്ക് അയച്ചു തരണോ? ഗ്രൂപ്പിലിട്ട് തരണോ? ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വെയിറ്റ്. പേജ് നമ്പർ 92.
പേജ് നമ്പർ 92 നെക്സ്റ്റ് മെഷർമെന്റ് വെയിറ്റ്. ലെങ്ത് കഴിഞ്ഞു, വെയിറ്റ്. വെയിറ്റും ലെങ്തിനെ പോലെ തന്നെ അതിന്റെ യൂണിറ്റ് മാറുന്നതേ ഉള്ളൂ. കൺവേർഷൻ ഒക്കെ സെയിം തന്നെയാണ്. അഡീഷനും സബ്ട്രാക്ഷനും സെയിം ആണ് വെയിറ്റിന്റെ. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതിന്റെ കൺവേർഷൻ മാത്രം ഒന്ന് പറഞ്ഞു തരാം. അഡീഷനും സബ്ട്രാക്ഷനും സെയിം തന്നെയാണ്, നമ്മൾ ലെങ്തിന്റെ പോലെ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് മെഷർമെന്റ് വെയിറ്റ്. സോറി, WEIGHT. മിസ്സിന്റെ കൂടെ തന്നെ എഴുതുന്നുണ്ടെങ്കിൽ എഴുതിക്കോ. വെയിറ്റ്. വെയിറ്റിന്റെ 2 യൂണിറ്റ് ആണ്, ഒന്ന് കിലോഗ്രാമും ഒന്ന് ഗ്രാമും. രണ്ട് മിസ് ഇവിടെ ഭയങ്കര കാറ്റും മഴയാ, ഇടിയും. ഓക്കെ ഓക്കെ, ലീവ് ചെയ്തോ. കാറ്റും മഴയൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്നോട് പറയാൻ നിൽക്കണ്ട, നിങ്ങൾ ലീവ് ചെയ്തോ. എന്നിട്ട് യൂട്യൂബിൽ ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. റിസ്ക് എടുത്ത് ക്ലാസ് കാണണ്ട. യൂട്യൂബിൽ എന്തായാലും ലിങ്ക് ഇട്ടുതരുമല്ലോ, നിങ്ങൾ യൂട്യൂബിൽ കണ്ടാൽ മതി. ഇടിമിന്നലും മഴയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ കൊണ്ടിരിക്കണ്ട, യൂട്യൂബിൽ പിന്നെ ക്ലാസ് കണ്ടാൽ മതി. ഓക്കെ, വെയിറ്റില് 2 യൂണിറ്റ് ആണ് നമുക്ക് വരുന്നത്, ഒന്ന് ഗ്രാമും ഒന്ന് കിലോഗ്രാം. അപ്പോ 1 കിലോഗ്രാം 1 കിലോഗ്രാം 1 kilogram is equal to 1000 gram. ഇതാണ് ഗ്രാമും കിലോഗ്രാമും തമ്മിലുള്ള റിലേഷൻ. ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. ദാറ്റ് ഈസ് കിലോഗ്രാമിനെ നമ്മൾ 1 kg എന്ന് പറയുന്നു. കിലോഗ്രാമിനെ kg എന്ന് പറയുന്നു. 1 kilogram is equal to 1000 ഗ്രാമിനെ g എന്ന് നമ്മൾ എഴുതും. നമ്മൾ നേരത്തെ കിലോമീറ്ററിനെ km എന്നും കിലോമീറ്ററിനെ km എന്നും മീറ്ററിനെ m എന്നും സെന്റിമീറ്ററിനെ cm എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതുപോലെ കിലോഗ്രാമിനെ kg, ഗ്രാമിനെ g. ഓക്കെ, ഇനി കൺവേർഷൻ. 2 കൺവേർഷനേ വരുന്നുള്ളൂ. ഗ്രാമിൽ നിന്ന് കിലോഗ്രാമിലേക്കും കിലോഗ്രാമിൽ നിന്ന് ഗ്രാമിലേക്കും. അതിൽ ഫസ്റ്റ് വൺ, കൺവേർഷൻ ഓഫ് kilogram into conversion of kilograms into grams. Conversion of kilograms into grams. ഒന്നും ചെയ്യാനില്ല. കിലോഗ്രാമിൽ തന്നിരിക്കുന്ന മെഷർമെന്റ് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. To convert, എഴുതി കഴിഞ്ഞില്ലെങ്കിൽ ടെൻഷൻ ആവണ്ട, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. നിങ്ങൾ നോക്കി കംപ്ലീറ്റ് ചെയ്താൽ മതി. To convert kilogram into gram, multiply the kilogram measurement by 1000. കിലോഗ്രാമിനെ ഗ്രാം ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കിലോഗ്രാമിനെ ഗ്രാം ആക്കി മാറ്റണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സാമ്പിൾ പറഞ്ഞുതരാം. 2 kilogram is equal to 2 into
1000 is equal to 2000. ഇവിടെ ഭയങ്കര ഇടിയും കാറ്റും മഴയൊക്കെയാ. ലീവ് ചെയ്തോ. ഓക്കെ. 2 kilogram is equal to 2 into 1000 is equal to 2000 gram. ഇനി അതുപോലെ 1 kilogram 872 gram. നിങ്ങളുടെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 872 gram ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? വൺ കിലോഗ്രാം 872 gram ആണെങ്കിൽ കിലോഗ്രാമിനെ മാത്രം ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. 1 into 1000 gram plus 872 gram equal to 1000 gram plus 872 gram. That is equal to 1872 gram. ഇങ്ങനെയാണ് കിലോഗ്രാമിൽ തന്നതിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കുക. ഞാൻ ഇത് ഷെയർ ചെയ്ത് തരാം. ഇപ്പൊ എഴുതി കംപ്ലീറ്റ് ആയില്ലെങ്കിൽ വിഷമിക്കണ്ട, ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. നെക്സ്റ്റ് കൺവേർഷൻ ഇൻടു grams into kilogram. Conversion of grams into kilogram. Conversion of grams into kilograms. To convert, നേരത്തെ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇനി 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടു കൺവേർട്ട് ഗ്രാംസ് into kilograms, divide the gram measurement by 1000. എന്ത് ചെയ്താൽ മതി? ഗ്രാമിൽ തന്നിരിക്കുന്ന മെഷർമെന്റിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എക്സാമ്പിൾ, 5000 gram is equal to 5000 divided by 1000 is equal to 5 kilogram. അടുത്തൊരു എക്സാമ്പിൾ, 3624 gram is equal to, ആദ്യം 3000 വേറെ തന്നെ എഴുതുക. 3000 gram plus 624 gram. അതിൽ 3000 ഗ്രാമിനെ നമുക്ക് കിലോഗ്രാം ആക്കി മാറ്റാം. ഈക്വൽ ടു equal to 3000 divided by 1000 kilogram plus 624 gram equals 3 kilogram 624 gram. That is equal to, sorry, then answer 3 kilogram 624 gram. Okay.
ഇത് നമ്മൾ നേരത്തെ ലെങ്ത്തിൽ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. കിലോമീറ്ററിന് പകരം കിലോഗ്രാം, മീറ്ററിന് പകരം ഗ്രാം. അത്ര ഒരു വ്യത്യാസം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ബാക്കി പ്രോസസ് ഒക്കെ സെയിം ആണ്. കൺവേർട്ട് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതും എല്ലാം സെയിം ആണ്. ഓക്കെ, all of you listen here. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം.